കാനഡയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ പ്രോസസ്സിങ്ങിന് കൊടുത്തതാ. അവരിപ്പൊ വിളിക്കും പറഞ്ഞിട്ട് 6 വർഷമായി അച്ഛാ. 6 വർഷം അച്ഛാ. ഇപ്പൊ നാട്ടിലും ജോലി ഇല്ല. ഇനിയിപ്പൊ എന്നതാ ചെയ്യണ്ടേ? അങ്ങോട്ട് ഇപ്പൊ പോകും എന്നും പറഞ്ഞോണ്ട് വീട്ടുകാരോട് പറഞ്ഞോണ്ടിരിക്കുക. ഇപ്പൊ നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, പോകുന്നില്ലേ? 6 വർഷമായി അച്ഛാ. കുടുംബം മുമ്പോട്ട് നീങ്ങണ്ടേ? എന്നാ പിന്നെ നാട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്യാന്ന് വിചാരിച്ച് ഇങ്ങനെ റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഏജൻസിക്കാരെ വിളിച്ചിട്ട് പറയുന്നത് ഇപ്പൊ ശരിയാകും എന്ന് പറയും. അപ്പൊ പിന്നെ ഇത് വേണ്ടാന്ന് വെച്ച് ഇപ്പൊ റെഡി ആയിട്ടിരിക്കും. പെട്ടിയും മേടിച്ചിരിക്കുക. വർഷം എത്രയായി? 6. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നതിന്റെ വിഷമം മനസ്സിലായോ? ജർമ്മനിക്ക് പോകാൻ വേണ്ടി ഒരു പെണ്ണ് ആഗ്രഹിച്ച് റെഡിയായിട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ അച്ഛാ എല്ലാം റെഡിയാ. അപ്പൊ ഒരു ചെറിയ കാര്യത്തിൽ എന്തോ ഒരു മിസ്റ്റേക്ക്, ഇപ്പൊ ശരിയാക്കും എന്നാ പറയണേ. എനിക്കുണ്ടായിരുന്ന ജോലി ഞാൻ ഇട്ടിട്ടാണ് ഞാൻ ഇതിന് പോകുന്നത്. എന്റെ വീട്ടിലൊരു സ്വസ്ഥതയില്ല. വീട്ടുകാര് തന്നെ എനിക്ക് ഈ ജോലി റെഡിയാക്കി വെച്ചത് ജർമ്മനിക്ക് പോകാൻ വേണ്ടി എവിടുന്നൊക്കെയോ കടം മേടിച്ചിട്ടാണ്. ഇതിപ്പോ അതെ എന്നാ ചെയ്യാനാ? അല്ലച്ചാ, ഇതിന്റെ ഇടയ്ക്ക് ആകപ്പാടെ ഒരു ബന്ധം ഉണ്ടായിരുന്നു. വീട്ടുകാരൊക്കെ ഉറപ്പിച്ചതായിരുന്നു, ജർമ്മനിക്ക് പോകുന്നു, എല്ലാം റെഡിയാവുന്നു, കല്യാണം കഴിക്കുന്നു. അവനും ജർമ്മനിക്ക് പോകുന്നു, ഞാനും പോകുന്നു, ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു. കഴിഞ്ഞ ആഴ്ച അവൻ ജർമ്മനിക്ക് പോയി. അവൻ അവിടെ ചെന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കാര്യം ഓക്കെ ആവുമെന്നൊന്നും എനിക്കൊന്നും തോന്നുന്നില്ല, എനിക്ക് വേണ്ടി നീ കാത്തിരിക്കണ്ട. 6 വർഷം പ്രണയിച്ചതാ അച്ഛാ. അവനിപ്പൊ അവിടെ വേറെ ആരണ്ടാക്കിയായി. ഉണ്ടായിരുന്ന ബന്ധവും പോയി, ജോലിയില്ല, വീട്ടുകാർക്കും വേണ്ട. ഇതിന് ഞാൻ എന്നതാ ചെയ്യണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പൈസ ഇല്ല അച്ഛാ. പെട്ടിരിക്കുക. നിന്റെ ജീവിതത്തിൽ നീ ഇരിക്കുന്ന ഈ അവസ്ഥയില് ഇസ്രായേൽ ജനത്തോട് ദൈവം പറഞ്ഞ കാര്യം ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നിന്റെ തലയ്ക്കകത്തോട്ട് നീ ഉറപ്പിക്കണം. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നീ ശാന്തമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും കേട്ടോ, എന്തു തന്നെയാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവിത ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എന്നോടും ഒക്കെ പറയാണ്, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി.